അസ്സലാമു അലൈക്കും. എന്താടി എനിക്ക് പണികളൊക്കെ ചെയ്താൽ കുഴപ്പം? നിൻ്റെ സൗന്ദര്യം കുറയുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിലേ അതിന് മാത്രമുള്ള സൗന്ദര്യമൊന്നും എനിക്കില്ല. ഞങ്ങൾ പ്രായമായ ഉമ്മാനെ കൊണ്ട് പണിയെടുപ്പിച്ച് വെറുതെ ഇരുന്ന് സുഖിക്കണ്ട. നിനക്ക് എന്തെങ്കിലും ചെയ്തൂടെ? നീ തിന്ന പാത്രം പോലും കഴുകിപ്പിക്കാനേ നിൻ്റെ വേലക്കാരിയല്ല ഞങ്ങളെ ഉമ്മ. നിൻ്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ മഹാറാണിയായി ഒന്നും ചെയ്യിക്കാതെ ഇരുത്തിയിട്ടുണ്ടാവും. അതിവിടെ പറ്റില്ല. അങ്ങനെ വെറുതെ ഇരുന്ന് തിന്നാനാണെങ്കിലേ വാപ്പാനോട് പറഞ്ഞ ഒരാളെ നിർത്തിക്കോ. പൈസ ഒരുപാടുണ്ടാവുമല്ലോ. അങ്ങേരോട് പറയും ഒരു വേലക്കാരിയെ നിർത്തി തരാൻ. അല്ലാതെ ഞങ്ങൾ ഉമ്മാനെ കൊണ്ട് പണിയെടുപ്പിച്ച് തിന്ന് സുഖിക്കാമെന്നേ നീ കരുതണ്ടടി. ഹോ, താത്താര് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. പ്രതീക്ഷിക്കാതെ കുറച്ച് പൈസ പോയതിൻ്റെയാണെന്ന് തോന്നുന്നു അല്ലേ ഈ ദേഷ്യം? സാഹിറയും സാജിദയും അത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു കുലുക്കവുമില്ലാതെ മുഖത്തെ പരിഹാസച്ചിരി മായാതെ തന്നെ ഫിദ ചോദിച്ചപ്പോൾ അവർക്കുള്ളിലെ ദേഷ്യം കൂടുകയാണ് ചെയ്തത്. രംഗം വഷളാകുമെന്ന് കണ്ടതും സക്കീന അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഓ, അപ്പോഴേക്ക് ആ വാർത്ത വാപ്പ മോളെ വിളിച്ചറിയിച്ചോ? അതേടി, പൈസ കുറച്ച് പോയതിന് സങ്കടം തന്നെ കൂട്ടിക്കോ. ഞങ്ങളത് വാങ്ങിക്കാതെ അങ്ങനെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തു വരുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ആങ്ങളെ വിചാരിച്ച് മാത്രം ശ്രമിച്ചതാ. നാട്ടിൽ വേറെ എത്ര കടകളുണ്ട്. ഓ, എന്നിട്ടെന്തേ അങ്ങോട്ടൊന്നും പോവാതെ ഞങ്ങൾ ഷോപ്പിലേക്ക് തന്നെ പോയത്? ഓസിക്ക് ഡ്രസ്സും വാങ്ങി പോരാമെന്ന് കരുതിയില്ലേ? മനസ്സിലായി. അത് നടക്കാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ ചൂടാവുന്നത്? ഫിദ അവർക്ക് നേരെ ചുടിയോടെ തന്നെ ചോദിച്ചതും അവർ രണ്ടാളും മറുപടി പറയാൻ കിട്ടാതെ നിന്നു. അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ എതിർത്തുള്ള സംസാരം ഉണ്ടാകുമെന്നൊന്നും അവർ പ്രതീക്ഷിച്ചില്ല. ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉമ്മ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുകയാണ്. എന്തേ, രണ്ടാൾക്ക് ഉത്തരം മുട്ടിയോ? പണ്ട് ആങ്ങളെ പറ്റിച്ചേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മാസാമാസം പരിക്ക് വേണ്ടതൊക്കെ അഞ്ചിൻ്റെ പൈസ കൊടുക്കാതെ വാങ്ങിക്കൊണ്ട് പോരുന്ന പോലെ ഇടാനുള്ള ഡ്രസ്സും വാങ്ങിക്കാമെന്ന് കരുതിയില്ലേ? അതിനെ ആ ഷോപ്പ് നിങ്ങളെ ആങ്ങളുടേതല്ല, എൻ്റെ ഉപ്പാൻ്റെ ആണ്. നിങ്ങൾ ആങ്ങളെ പണ്ട് ചെയ്തിരുന്ന വിവരക്കേടൊന്നേ ഇപ്പോൾ അവിടെ ചെയ്യാനൊന്നും പറ്റില്ല. ഫിദയുടെ വാക്കുകൾ കേട്ട് രണ്ടാളും നെട്ടലോടെ നിൽക്കുകയാണ്. ഇവളിതൊക്കെ എങ്ങനെ അറിഞ്ഞെന്നും സക്കീനയും ചിന്തിച്ചു. പിന്നെ ഒരു കാര്യം, ഇവിടെ വന്നിട്ട് എന്ത് വേണമെങ്കിലും എന്നെ വിളിച്ച് പറയാനെന്ന വല്ല വിചാരമുണ്ടെങ്കിലേ അതങ്ങ് മാറ്റിയേക്ക്. ഇതിപ്പോൾ എൻ്റെ വീടാ. ഞാൻ പറയുന്നതേ ഇവിടെ നടക്കൂ. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇവിടെ ജീവിക്കും. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി. അല്ലാത്തവർക്ക് പോകാം. നല്ലതുപോലെയാണെങ്കിൽ നാത്തൂന്മാർക്ക് വരാം, ഇവിടെയുള്ളവരൊക്കെ കാണാം. മറിച്ച് എന്നെ ഭരിക്കാനെങ്ങാനും വന്നാലുണ്ടല്ലോ, പിന്നെ ഈ വീടിൻ്റെ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഫിദ അത്രയും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് തന്നെ പോയപ്പോൾ അവൾ പറഞ്ഞ വാക്കുകൾ കേട്ട് നെട്ടിത്തെരിച്ചു നിന്നു സാഹിറയും സാജിദയും. അവൾ പറഞ്ഞു പോയതിൻ്റെ അർത്ഥം എന്താ ഉമ്മ? ആദ്യത്തെ നെറ്റിൽ മാറിയപ്പോൾ സാഹിറ ദേഷ്യത്തോടെ ഉമ്മയോട് ചോദിച്ചു. ഒരു ദിവസം പണികളൊന്നും ചെയ്യാത്തേനെ ഞാൻ അവളെ രണ്ട് ചീത്ത പറഞ്ഞു മക്കളെ. അപ്പോൾ ഓളെന്നോട് പറയാ ഇത് അവളെ വീടാണെന്നും അവളെ ഇഷ്ടത്തിന് ജീവിക്കുമെന്നും അതിന് പറ്റില്ലെങ്കിൽ ഇവിടുന്ന് പോയിക്കൊള്ളാൻ. അതിനുശേഷം എനിക്ക് അവളോട് എന്തെങ്കിലും പറയുമ്പോൾ പേടിയാ. അതുകൊണ്ടാണ് മക്കളെ ഞാൻ നിങ്ങളോടും അവളെ ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞത്. ഓഹോ, ഉമ്മ ഇതൊക്കെ ഉണ്ടായിട്ടാണല്ലേ ഞങ്ങളെ ഒന്നും മറയിക്കാഞ്ഞത്? ഞങ്ങൾ ഉമ്മാനോട് അന്നേ പറഞ്ഞതാ ഓര് പറയുന്നത് പോലെ ഈ വീട് അവളെ പേരിലാക്കി കൊടുക്കല്ലേ എന്ന്. അപ്പം നിങ്ങൾ കേട്ടില്ല. അന്ന് ഒരു പഞ്ചാര വീക്കൽ വീണു. എന്നിട്ടിപ്പോൾ എന്തായി, അനുഭവിച്ചോ? സാജിദ ഉമ്മയോട് ദേഷ്യത്തോടെ പറഞ്ഞു. നിങ്ങൾ ഇത് തന്നെ പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് മക്കളെ ഞാൻ നിങ്ങളെ ഒന്നും അറിയിക്കാതെ നിന്നത്. എന്നിട്ടിപ്പോൾ ഞങ്ങളെ അറിയിക്കാതെ നിന്നിട്ട് എന്ത് കിട്ടി? ഇത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിലേ ഞങ്ങളിങ്ങോട്ട് വരൂലായിരുന്നു. അവൾ വായിലുള്ളതൊക്കെ കേൾക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. നിങ്ങളായിട്ട് വരുത്തി വെച്ച കുരിശാണവൾ. അപ്പം നിങ്ങളെന്നെ സഹിച്ചോ? അയ്യോ മക്കളെ, അങ്ങനെയൊന്നും പറഞ്ഞു പോവല്ലേ. നിങ്ങളല്ലാണ്ട് ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? സാഹിറയും സാജിദയും പോകാൻ നിന്നതും കരഞ്ഞുകൊണ്ട് ഉമ്മ അവരെ തടഞ്ഞു. മക്കളെ, നമ്മൾക്ക് അവരോടൊന്നും പറയാൻ നിവൃത്തിയില്ല. അവരെ കയ്യിൽ നിന്ന് 30 പവൻ വാങ്ങിയതല്ലേ, നമുക്കത് തിരിച്ചു കൊടുത്താലേ ഈ സ്ഥലം തിരിച്ചു വാങ്ങിക്കാം. നിങ്ങൾ രണ്ടാളും ആ ബാങ്ക് ലോക്കറിൽ വെച്ച സ്വർണത്തിൽ നിന്നൊരു 30 പവൻ തരുമോ? ഉമ്മ കുറച്ച് സമയം എടുത്താലും എങ്ങനെയെങ്കിലും സമ്മതിനെ കൊണ്ട് അത് നിങ്ങൾക്ക് വാങ്ങിത്തരാം. സക്കീന അവരോട് രണ്ടാളോടുമായി പറഞ്ഞു നിർത്തിയതും രണ്ടാളുടെയും മുഖഭാവം മാറി. ഉമ്മ ആഗ്രഹം അങ്ങ് മറന്നേക്ക്. അത് നടക്കണ കാര്യമില്ല. ഞങ്ങൾ സ്വർണത്തിൽ നിന്ന് ഒരു തരി പോലും ഞങ്ങൾക്ക് തരില്ല. അത് ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാനുള്ളതാ. നിങ്ങൾ അതെങ്ങനെ എടുത്തു തരുമെന്നാ? അവൾ വാപ്പാൻ്റെ ഔദാര്യത്തിലാണ് ഓനവിടെ ജോലിക്ക് നിൽക്കുന്നത് തന്നെ. അവിടുത്തെ നക്കാപ്പിച്ചുകൊണ്ട് ഞങ്ങളെ കടമൊന്നും വീട്ടാൻ പറ്റില്ല. സാജിദ എടുത്തടിച്ചതുപോലെ മറുപടി പറഞ്ഞപ്പോൾ
സെക്കീന നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി. കെട്ടിച്ചു വിട്ടപ്പോൾ തന്ന മുതൽ കൂടാതെ പലപ്പോഴുമായി എത്ര പൈസയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ളത്. അവൻ ഇത്രയും കടക്കാനായത് പോലും നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടല്ലേ. എന്നിട്ട് ഞങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമല്ലേ. ഉമ്മ, ഞങ്ങൾക്ക് തന്ന കണക്കൊന്നും പറയണ്ട. അതൊക്കെ എല്ലാവരും മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാ. ആര് പേരും പറഞ്ഞ് മക്കൾ തിരിച്ചും സഹായിക്കണമെന്നാണോ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളൊന്നും തിരിച്ചു തരാൻ പോകുന്നില്ല. ഇനി ഇതും പറഞ്ഞ് ഞങ്ങളെ വിളിക്കുകയും വേണ്ട. അവർ രണ്ടുപേരും അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ പോയപ്പോൾ സെക്കീന ഒരു തളർച്ചയോടെ ഇരുന്നു പോയി. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. താൻ അത്രമേൽ പ്രിയപ്പെട്ടതായി കൊണ്ടു നടന്ന മക്കൾ ഒരാവശ്യം വന്നപ്പോൾ കൈയൊഴിഞ്ഞു പോയത് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവരുടെ സംസാരം കേട്ടുവന്ന ഹനീഫ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. കാലം കണക്ക് ചോദിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്. ഉമ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഉമ്മ. പതിവ് ജോലികളൊക്കെ കഴിഞ്ഞ് ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് ഷാനി ഒരു വല്ലായ്മയുടെ ഉമ്മ ആസിയാനോട് ചോദിക്കുന്നത്. അവളുടെ കണ്ണുകൾ അപ്പോഴും നിലത്തിരുന്ന് കളിപ്പാട്ടങ്ങളുമായി കളിക്കുന്ന നൂറമോളിലാണ്. എന്താ മോളെ? അവളുടെ പരിങ്ങലോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ ഉമ്മ അവളെ നോക്കി. നൂറമോളുടെ ഉമ്മ. ഉമ്മ, എന്താ ശരിക്കും നൂറമോളുടെ ഉമ്മാക്ക് എന്താ സംഭവിച്ചത്? മടിച്ചാണെങ്കിലും അവൾ കാര്യം ചോദിച്ചു. ഞാൻ വിചാരിച്ചു മോളോട് നജീബ് എല്ലാം പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആസിയമ്മ തുടങ്ങിയത്. ശരിക്കും അവർക്കിടയിൽ പ്രശ്നം എന്തായിരുന്നു എന്ന് എനിക്കിപ്പോൾ അറിയില്ല മോളെ. പാവപ്പെട്ടൊരു വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ മതിയെന്ന് അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ആ റിഫനെ അവന് കല്യാണം കഴിക്കുന്നത്. റിഫക്ക് ഉമ്മയും 2 അനിയത്തിമാരുമാണ് ഉണ്ടായത്. വാപ്പ ചെറുതലെ മരിച്ചു പോയതാ. എൻ്റെ മോനെ റിഫയെ ജീവനായിരുന്നു. ആദ്യമൊക്കെ നല്ല സ്നേഹത്തോടെയായിരുന്നു അവർ കഴിഞ്ഞത്. അവന് ലീവ് കഴിഞ്ഞ് പോയാൽ റിഫയ്ക്ക് എപ്പോഴും ഓളെ വീട്ടിൽ നിൽക്കണം. ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. എന്നോടധികം സംസാരിക്കാനോ അടുപ്പം കൂടാനോ ഒന്നും അവൾ വരില്ല. എന്നാൽ എൻ്റെ മോൻ്റെ പെണ്ണല്ലേ, ഞാൻ അവളെ അതുപോലെ തന്നെ സ്നേഹിച്ചതും. അവളാ പെരുമാറ്റമൊന്നും ഞാൻ നജീബിനെ അറിയിച്ചിരുന്നില്ല. ഞാൻ കാരണം ഇനിയിപ്പോൾ അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. പിന്നീട് അവളെ അവന് കൊണ്ടുപോയി കൂടെ. എന്നെ കൊണ്ടുപോകാൻ ഒരുങ്ങിയെങ്കിലും റിഫയ്ക്ക് അതിഷ്ടമല്ലെന്ന് മനസ്സിലാക്കി ഞാൻ സ്വയം ഒഴിഞ്ഞു മാറി. പിന്നീട് അവൾ നാട്ടിൽ വന്നപ്പോൾ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു തുടങ്ങി. നജീബിന് അതിനൊന്നൊരു എതിർപ്പില്ലായിരുന്നു. എന്നാൽ നമ്മുടെ കുടുംബക്കാരിൽ പലരും എതിരഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളൊക്കെ ഓരോ അബദ്ധത്തിൽ ചെന്ന് വീഴാനെന്നും അതുപോലെ ഉണ്ടാവാതിരിക്കാൻ അവളെ വിടേണ്ടെന്നൊക്കെ. നജീബ് അവളുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അവൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാനും വിട്ടോളം പറഞ്ഞു. അവളുടെ ഇഷ്ടമല്ലേ. പഠിക്കാൻ പോകാൻ തുടങ്ങിയപ്പോൾ അവൾ ഇവിടെ തന്നെ നിൽക്കാനും തുടങ്ങി. കാരണം അവളെ വീട്ടിൽ നിന്നാകുമ്പോൾ ക്ലാസ്സിന് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ബസ് കിട്ടാൻ കുറേ നടക്കണം. ലീവുള്ള ദിവസങ്ങളിലൊക്കെ അവൾ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോഴും എന്നോടൊരു അകലത്തിൽ തന്നെ പെരുമാറുകയല്ലോ. എന്നോട് എങ്ങനെയായാലും വേണ്ടിയില്ല. അവർ നല്ല സ്നേഹത്തിൽ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നാൽ പിന്നീട് അങ്ങോട്ട് അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ റിഫനോട് എന്തെങ്കിലും ചോദിച്ചാൽ അവൾ എന്നോട് വെറുതെ വഴക്കിന് വരും. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നജീബ് നാട്ടിൽ വന്നു. ആ വരവിൽ റിഫയ്ക്ക് വിശേഷമായി. എന്നാൽ ഗർഭിണിയായത് അറിഞ്ഞ എല്ലാവരിലും ഉണ്ടാവുന്ന സന്തോഷമല്ലായിരുന്നു അവളിൽ. അവർ തമ്മിൽ വഴക്ക് സ്ഥിരമായിരുന്നു. ഞാൻ നജീബിനെ കുറ്റപ്പെടുത്തും. ഈ സമയത്ത് അവളെ വിഷമിപ്പിക്കരുതെന്ന് പറയും. പക്ഷേ അവനതിന് ഒന്നും മറുപടി പറയില്ല. അങ്ങനെ അവൻ ലീവ് കഴിഞ്ഞ് പോയപ്പോൾ റിഫ പഠിത്തം നിർത്തി അവളുടെ വീട്ടിലേക്ക് പോയി. ഇടയ്ക്ക് ഞാൻ അവളെ കാണാൻ പോയാലും എന്നോടൊന്നും മിണ്ടൂല മോളെ. ഞാൻ അതൊന്നും കാര്യമാക്കി എടുത്തില്ല. ഞാൻ എനിക്കൊരു പേരക്കുട്ടിനെ കിട്ടാൻ പോകുന്ന സന്തോഷത്തിലായിരുന്നു. അങ്ങനെ അവൾ ഞങ്ങളെ നൂറമോൾക്ക് ജന്മം നൽകി. നജീബിന് ലീവ് കിട്ടാത്തതുകൊണ്ട് പ്രസവ സമയത്ത് വരാൻ സാധിച്ചില്ല. ഹോസ്പിറ്റലിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക് തന്നെയാണ് പോയത്. കുട്ടിക്ക് 3 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വിചാരിച്ച് ഞാൻ അവളെ വിളിക്കാൻ പോയപ്പോഴേ അവൾ വരുന്നില്ലെന്ന് പറഞ്ഞു. നജീബ് പറഞ്ഞിട്ടും അവൾ അനുസരിച്ചില്ല. എത്ര നാളെന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണത്? എനിക്കെൻ്റെ പേരക്കുട്ടിയെ കാണാനും കളിപ്പിക്കാനും അത്ര ആഗ്രഹം ഉണ്ടാവില്ലേ? അത് മനസ്സിലാക്കി പിന്നീട് അവളുടെ ഉമ്മയൊക്കെ ഓളെ നിർബന്ധിച്ച് ഓളെയും കുഞ്ഞിനെയും എനിക്കൊപ്പം പറഞ്ഞു വിട്ടു. എൻ്റെ കൂടെ വന്നതിൻ്റെ ദേഷ്യം കൂടി അവൾ എന്നോട് കാണിക്കുകയായിരുന്നു. എന്നാലും എൻ്റെ നൂറമോളുള്ളത് കൊണ്ട് ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. പാല് കൊടുക്കാൻ പോലും അവൾക്ക് മടിയായിരുന്നു. കുട്ടി കരയുന്നത് കണ്ട് പാല് കൊടുക്കാൻ ഞാൻ പറഞ്ഞാൽ അതിനും എന്നോട് ദേഷ്യപ്പെടും. അവളുടെ സ്വഭാവത്തിലൊരു മാറ്റം വരാൻ ഞാൻ അവളെയും
നജീബിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഒരുമിച്ച് കഴിയുമ്പോഴെങ്കിലും എല്ലാം ശരിയാവുമെന്ന് കരുതി. പക്ഷെ അവനെ അവിടുത്തെ ജോലി ഒഴിവാക്കി നാട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. അവൻ്റെ താല്പര്യം അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നജീബ് വരുന്നതിന് 2 ദിവസം മുമ്പേ രാവിലെ കുട്ടിയുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് ഞാൻ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ അവളെ കാണുന്നില്ല. എല്ലായിടത്തും തിരിഞ്ഞിട്ടും കാണാതായപ്പോൾ എനിക്ക് വല്ലാത്ത പേടിയായി. അങ്ങനെ അവൾ എഴുതി വെച്ച കത്തിലൂടെയാണ് 4 മാസം പോലും തികയാത്ത കുഞ്ഞിനെ ഉപേക്ഷിച്ച് വേറൊരുത്തനൊപ്പം അവൾ പോയതാണെന്ന് ഞാൻ അറിയുന്നത്. ആ കത്ത് വായിച്ചതും ഞാൻ തകർന്നു പോയി മോളെ. വിശന്ന് കരയുന്ന എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായി ഞാൻ. അന്നത്തെ ഓർമ്മകളിൽ കണ്ണീരോടെ അവരത് പറഞ്ഞു നിർത്തിയപ്പോൾ എല്ലാം കേട്ടിരുന്ന ഷാനിയുടെ കണ്ണുകളും നിറഞ്ഞു. എനിക്കൊരു കാര്യം അറിയോ മോളെ, എൻ്റെ മോനെ നജീബേ ഇപ്പോൾ കാണുന്ന പോലെ ഒതുങ്ങിക്കൂടുന്ന ആളല്ലായിരുന്നു. കുഞ്ഞിലെ തൊട്ട് അവൻ എല്ലാ കാര്യങ്ങൾക്കും നല്ല ഉഷാറാണ്. അവർ ഉപ്പ നേരത്തെ മരിച്ചതുകൊണ്ട് വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കി നടത്താൻ തുടങ്ങിയപ്പോൾ എന്ത് കാര്യങ്ങൾക്കും എല്ലാത്തിനും എൻ്റെ കുട്ടി മുന്നിലുണ്ടാവും. അത് കുടുംബത്തിലെ പരിപാടികൾക്കും അങ്ങനെയാ. എല്ലാം വേണ്ടതുപോലെ നോക്കി നടത്താനും എല്ലാവരോടും കളിയും ചിരിയുമൊക്കെ ഒപ്പം കൂടാനും അവൻ മിടുക്കനായിരുന്നു. കുടുംബക്കാർക്കൊക്കെ അവനെ വലിയ കാര്യമായിരുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞ് അവർ തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ അവൻ്റെ ആ ഉന്മേഷമൊക്കെ കുറഞ്ഞു തുടങ്ങി. റിഫ പോയതോടെ എൻ്റെ മോനെ ആകെ തളർന്നു. ഓന് മൊത്തത്തിൽ മാറിപ്പോയി. അവനെപ്പറ്റി നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബക്കാരൊക്കെ അവൾ പോയത് അവൻ്റെ കഴിവുകേടാണെന്ന്, അവളുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുത്തിട്ടാണെന്നും പഠിക്കാൻ വിടേണ്ടെന്ന് കേൾക്കാഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ മോനെ കുറ്റപ്പെടുത്തി. അവൾ ചെയ്ത തെറ്റിന് എൻ്റെ മോനെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ മുന്നിൽ തലയുയർത്തി നടക്കാൻ കഴിയാതായി. ചിലർ കുറ്റപ്പെടുത്തി സംസാരിക്കും, മറ്റു ചിലർ സഹതാപത്തോടെയും. അതൊക്കെ കേൾക്കുമ്പോൾ അവൻ്റെ അവസ്ഥ മോശമായിരുന്നു. നൂറുമോളെയും നെഞ്ചോട് ചേർത്ത് എൻ്റെ മോനെ പൊട്ടിക്കരയുന്നത് ഞാൻ എത്ര വട്ടം കണ്ടിട്ടെന്ന് അറിയോ. അത് കാണുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടുപോലും തോന്നും മോളെ. അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാത്ത ഞാൻ എൻ്റെ മോൻ്റെ അവസ്ഥക്ക് കാരണക്കാരിയായ റിഫയെ മനസ്സറിഞ്ഞ് ശപിച്ചിട്ടുണ്ട്. അവൾ അന്ന് ഇറങ്ങിപ്പോയെങ്കിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കേസ് കൊടുത്തു. ഇനി ഒരു അവകാശത്തിൻ്റെ പേരും പറഞ്ഞ് വരാതിരിക്കാനും ബന്ധം തീർക്കണം എന്നത് നജീബിന് വാശിയായിരുന്നു. അങ്ങനെ അവളെ കണ്ടുപിടിക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്തു. ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുമ്പോൾ അവളുടെ ഉമ്മ കരഞ്ഞുകൊണ്ട് നജീബിനൊപ്പം പോകാൻ പറഞ്ഞെങ്കിലും അവൾ അതൊന്നും ചെവി കൊണ്ടില്ല. അന്ന് നജീബ് കുഞ്ഞിൻ്റെ പേരിൽ ഒരവകാശവും പറഞ്ഞ് വരില്ലെന്ന് കൂടി ഒപ്പിട്ട് തരാൻ അവളത് പറഞ്ഞതും രണ്ടാമതൊന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ അവൾ ഒപ്പിട്ട് തന്നപ്പോൾ എല്ലാവരും അതിശയിച്ചു പോയി. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട് പോലും അവളുടെ മനസ്സിലണിഞ്ഞ മോളെ, ഒന്നുമില്ലെങ്കിലും അവൾ 10 മാസം ചുവന്ന് പ്രസവിച്ച കുഞ്ഞല്ലേ, എങ്ങനെ അതിനെ ഉപേക്ഷിക്കാൻ അവൾക്ക് തോന്നി? ഒരു ദയവുമില്ലാതെ എല്ലാ ബന്ധവും ഉപേക്ഷിച്ചവൾ കാമുകനൊപ്പം ഇറങ്ങിപ്പോയി. മുലപ്പാലിൻ്റെ മണം പോലും മാറാത്ത ആ കുഞ്ഞിനെയും കൊണ്ട് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴാണ് എൻ്റെ മോൻ്റെ കണ്ണുകൾ അവസാനമായി നിറഞ്ഞത് ഞാൻ കാണുന്നത്. പിന്നീട് അവൻ അവളെ ഓർത്ത് കരഞ്ഞിട്ടില്ല. അവനൊരു വാശിയായിരുന്നു ആരുടെയും സഹായമില്ലാതെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണമെന്ന്. അതുപോലെ അവൻ നോക്കി. അവളുടെ എല്ലാ കാര്യങ്ങളും അവൻ തന്നെ ചെയ്യുന്നത്. അവനെതിരെ പറഞ്ഞ കുടുംബക്കാരിൽ നിന്നെല്ലാം അവൻ അകന്നു നിന്നു. നമുക്ക് നമ്മൾ മാത്രം മതിയെന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും. അവൻ്റെ സന്തോഷം എന്താണെങ്കിലും അതിനൊപ്പം മാത്രമേ ഞാൻ നിൽക്കുള്ളൂ. നല്ല വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉണ്ടായിട്ടും അവനിപ്പോൾ ഈ ഓട്ടോ ഓടിച്ച് നടക്കുന്നത് തന്നെ മോളെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാ. വേറെ ജോലിക്ക് നിന്നാൽ രാവിലെ പോയാൽ വൈകുന്നേരമല്ലേ വരാൻ പറ്റൂ. ഇതാകുമ്പോൾ ഓട്ടമില്ലാത്ത നേരം നോക്കി എപ്പോൾ വേണമെങ്കിലും വരാം. കുഞ്ഞിൻ്റെ കാര്യത്തിൽ അവനൊരു കുറവും വരുത്തൂല. അവൾക്കൊരു ഉമ്മാൻ്റെ കുറവ് അറിയുന്നതെന്ന് അവനൊരു വാശിയായിരുന്നു. ഇനി ഒരു വിവാഹം കഴിക്കില്ലെന്ന് നിർബന്ധം പിടിച്ചവനെ എത്ര ബുദ്ധിമുട്ടിയാണെന്നറിയോ ഞാനൊന്ന് സമ്മതിപ്പിച്ചെടുത്തത്. അതുകൊണ്ടിപ്പോൾ അവൻ്റെ ജീവിതത്തെ ഓർത്ത് എനിക്ക് സമാധാനമുണ്ട്. ഞങ്ങൾ നൂറമോൾക്ക് ഒരു ഉമ്മയെ കിട്ടിയ സന്തോഷമുണ്ട്. ഉമ്മ എൻ്റെ മോളോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ, എൻ്റെ മോനെയും കുഞ്ഞിനെയും വേദനിപ്പിക്കരുത്. ഒരുപാട് അനുഭവിച്ചത് അവനെ. മോള് അവനെ പഴയ നജീബാക്കി മാറ്റണം. എനിക്കറിയാം മോളും വേറൊരു രീതിയിൽ ദുരിതം അനുഭവിച്ച് വന്നതാണെന്ന്. അതൊക്കെ ഇനി മറക്കണം. നിങ്ങൾക്ക് പരസ്പരം ആശ്വാസമാകാൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം. അവസാന വാക്കുകൾ ഷാനിയോട് ഒരു അപേക്ഷ പോലെ ഉമ്മ ആസിയെ പറയുമ്പോൾ അവൾ അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. എന്നും കൂടെയുണ്ടാകുമെന്ന ഉറപ്പോടെ. സമ തന്നെ വീട്ടിലേക്ക് എത്തുമ്പോൾ സമയം വളരെ വൈകിയിരുന്നു.
കാലുകൾ നിലത്തുറക്കാതെയുള്ള അവൻ്റെ നടത്തത്തിൽ നിന്ന് തന്നെ അവൻ നന്നായി കുടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇന്ന് ഷോപ്പിൽ വെച്ചുണ്ടായതിൻ്റെയും ഉമ്മ വീട്ടിൽ നടന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് കേട്ടപ്പോൾ ഉണ്ടായ ദേഷ്യത്തിൻ്റെയും ഒക്കെ ഫലമായി മനസ്സ് കൈവിട്ട അവസ്ഥയിലായതുകൊണ്ടാണ് അവൻ അത്രയും കുടിച്ചത്. പതിവ് പോലെ കയ്യിലുള്ള കീ എടുത്ത് അവൻ വാതിൽ തുറന്നു. ഉമ്മയും ഉപ്പയുമൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അവൻ വാതിലടിച്ച് റൂമിലേക്ക് നടന്നു. റൂമിൻ്റെ അടച്ചിട്ട വാതിലിൽ അവൻ തുടരെ മുട്ടിക്കൊണ്ടിരുന്നു. എന്തിനാ എങ്ങനെ മുട്ടുന്നത്? വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ലെന്ന് അറിയാവുന്നതല്ലേ, പിന്നെ എന്താ പതിവില്ലാതെ ഈ തട്ടിവിളിക്കലൊക്കെ? വെറുതെ മനുഷ്യൻ്റെ ഉറക്കം കളയാനായിട്ട്. വാതിൽ തുറന്നുകൊണ്ട് ദേഷ്യത്തോടെ ഫിദ പറഞ്ഞു. പിന്നെ എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് നീ ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങണ്ടടി. അവളുടെ സംസാരം ഒട്ടും ഇഷ്ടപ്പെടാതെ അവൻ പറഞ്ഞു. ഓഹോ, അപ്പോൾ ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അല്ലേ? കുഴഞ്ഞുകൊണ്ടുള്ള അവൻ്റെ സംസാരവും കള്ളിൻ്റെ മണവും കൂടിയായപ്പോൾ അവൻ കുടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഞാനെല്ലാം അവസാനിപ്പിച്ചതാടി. നീയും നിൻ്റെ തന്തയും കാരണേ എനിക്ക് വീണ്ടും തുടങ്ങേണ്ടി വന്നു. മാറി നിൽക്കടി അങ്ങോട്ട്. അകത്തേക്ക് കടക്കാൻ സമ്മതിക്കാതെ തടസ്സം നിൽക്കുന്നവളോടായി അവൻ പറഞ്ഞു. പിന്നെ കണ്ട കള്ളുകുടിയന്മാർക്കൊന്നും കയറി കിടക്കാനുള്ള സ്ഥലം ഇവിടെയില്ല. ഇതെൻ്റെ റൂമാണ്. നിങ്ങൾ പുറത്തെവിടെയെങ്കിലും പോയി കിടക്കാൻ നോക്ക്. അവൻ അകത്തേക്ക് കടക്കാൻ വഴി കൊടുക്കാതെ തന്നെ പറഞ്ഞുകൊണ്ട് ഫിദ വാതിലടക്കാൻ തുനിഞ്ഞതും സമത അതിന് സമ്മതിക്കാതെ തന്നെ ഫിദയെ പിടിച്ച് പിന്നോട്ട് തള്ളി. തള്ളിനധികം ശക്തി ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഫിദ വീഴാതെ പിടിച്ച് നിന്നു. ഞാനേ എവിടെ കിടക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അത് പറയാൻ നീ ആരടി? നിനക്ക് പറ്റില്ലെങ്കിൽ നീ പുറത്ത് പോകണം. പിന്നെ നിങ്ങൾക്കിഷ്ടമുള്ള പോലെ തീരുമാനിക്കാനേ ഇതിപ്പോൾ നിങ്ങളെ വീടല്ല, എൻ്റെ പേരിലുള്ള വീടാ. ഇവിടെ ഇനി മുതൽ എൻ്റെ ഇഷ്ടങ്ങളെ നടക്കൂ. രണ്ടുപേരും തമ്മിലുള്ള വാക്കുതർക്കം ഉച്ചത്തിലായി. പരസ്പരം വിട്ടുകൊടുക്കാതെ പോരുകൊഴുകികളെ പോലെ അവർ വഴക്കിട്ടുകൊണ്ടേയിരുന്നു. സമ്മതം മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ വേറെ ഒന്നിനെക്കുറിച്ചും അവൻ ചിന്തിക്കുന്നില്ലായിരുന്നു. ഫിദയോടും സലാമിനോടുമുള്ള ദേഷ്യം മാത്രമാണ് അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നത്. നിൻ്റെ പേരിലുള്ള വീട് എങ്ങനെയാണ് നിൻ്റെ പേരിലായത്? നിൻ്റെ തന്ത ഞങ്ങളെ പറ്റിച്ച് നേടിയെടുത്തതല്ലേ. എന്നിട്ട് അവളുടെ ഒരു അധികാരം നിങ്ങൾ പറ്റിച്ചുണ്ടാക്കിയതോ? അത് കൊള്ളാം. എൻ്റെ ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് 10-30 പവൻ സ്വർണം വാങ്ങിയതിനാ ഈ വീട് എനിക്ക് തന്നത്. അല്ലാതെ നിങ്ങൾ ഔദാര്യം കൊണ്ട് കിട്ടിയതല്ല. ആ സ്വർണം കിട്ടിയത് കൊണ്ടാണ് ആദ്യ ഭാര്യൻ്റെ കടം തീർക്കാനായത്. അതിനെ എൻ്റെ ഉപ്പാനോട് നന്ദി പറയണം. ഫിദയും വിട്ടുകൊടുത്തില്ല. നിൻ്റെ ഒരു ഉപ്പ അയാളൊരു കുറുക്കനാണെന്ന് മനസ്സിലാക്കാനേ ഞാൻ വൈകിപ്പോയി. അന്ന് അയാൾ തന്നത് ഈ വീടും സ്ഥലവും ലക്ഷ്യം വെച്ച് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടല്ലേ നിനക്ക് ഈ അധികാരം കാണിക്കാൻ പറ്റിയതും എല്ലാവരെയും ഭീഷണിപ്പെടുത്തി നിർത്താൻ കഴിയുന്നതും. അത് എൻ്റെയും എൻ്റെ ഉപ്പാൻ്റെയും മിടുക്ക്. നിങ്ങളൊരു കഴിവ് കെട്ടവനായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കേണ്ടി വന്നതും. വെറുതെയല്ല ആദ്യ ഭാര്യ ബന്ധം ഉപേക്ഷിച്ച് പോയത്. ഇടീ, ഫിദ പറഞ്ഞത് കേട്ട് കലി കയറിയ സമ്മത് ഒരലർച്ചയോടെ അവളെ അടിക്കാനായി ചെല്ലുമ്പോഴാണ് അവരുടെ വഴക്ക് കേട്ട സെക്കീനയും ഹനീഫയും അങ്ങോട്ട് വന്നത്. മോനെ സമ്മതേ, വേണ്ടടാ. സെക്കീന ഓടിച്ചെന്നുകൊണ്ട് അവനെ പിടിച്ചു മാറ്റി. ഇതുപോലെ ഒരു പെണ്ണിന് നേർക്ക് ഉപദ്രവമായി പല പ്രാവശ്യം അവൻ ചെന്നിരുന്നപ്പോഴും അത് കണ്ട് സന്തോഷിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന സെക്കീന ഇന്ന് അതേ പ്രവൃത്തിയുമായി അവൻ വേറൊരു പെണ്ണിന് നേർക്ക് ചെല്ലുമ്പോൾ തടയുന്നത് ആരോടൊക്കെയോ എന്തിനോടൊക്കെയുള്ള ഭയം കൊണ്ടാണെന്ന് ഹനീഫക്ക് മനസ്സിലായി. എന്നെ വിട്, ഇവിടെ നിന്ന് ഞാൻ ഇവിടുന്ന് ഇറക്കി വിടും. സെക്കീനാൻ്റെ പിടുത്തം വിടുക്കുവാൻ നോക്കിക്കൊണ്ട് സമ്മത പറഞ്ഞു. അപ്പോഴും അവൻ കാല് നിലത്തുറക്കാത്ത അവസ്ഥയിലായിരുന്നു. നോക്കി നിൽക്കാതെ ഇവനെ വന്ന് പിടിക്കും മനുഷ്യ. ഹനീഫയും കൂടി സമ്മതിനെ പിടിച്ച് റൂമിൻ്റെ പുറത്തേക്ക് നടന്നു. എന്നെ ഇവിടുന്ന് പുറത്താക്കാമെന്നൊന്നും ആരും മനസ്സിൽ പോലും കരുതണ്ട. അങ്ങനെ ചിന്തിക്കുന്നവർ തന്നെ പുറത്തു പോകും. അഹങ്കാരം ഒട്ടും കുറയാതെ പുച്ഛത്തോടെ അവൾ പറയുന്നത് കേട്ട് സമ്മത എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും സെക്കീന ഒന്നും മിണ്ടാതെ അവനിലെ പിടുത്തം വിടാതെ മുന്നോട്ട് നടന്നു. കുറച്ച് പാടുപെട്ടിട്ടാണെങ്കിലും സമ്മതമായി അവർ താഴേക്ക് എത്തി. സോഫയിലേക്ക് അവനെ ഇരുത്തിയതും അവിടെ കിടന്നുകൊണ്ട് അവൻ ഉറക്കത്തിലേക്ക് വീണു. അന്നേരവും അവൻ്റെ ചുണ്ടുകൾ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. മകൻ്റെ അവസ്ഥയെ മനസ്സിലാക്കിയ സെക്കീനക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. ഒരു പാവം പെൺകുട്ടിയുടെ കണ്ണുനീര് കുറേ വീഴ്ത്തിയതല്ലേ കർമ്മഫലം. അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത്. സമതിൻ്റെ അടുത്ത് അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് കണ്ണുനീരോടെ ഇരിക്കുന്ന സെക്കീനയോടായി പറഞ്ഞുകൊണ്ട് ഹനീഫ റൂമിലേക്ക് പോയപ്പോൾ ഒരക്ഷരം പോലും എതിർത്ത് പറയാൻ കഴിയാതെ അവർ നിശബ്ദരായി ഇരുന്നേയുള്ളൂ. വീടിനടുത്തേക്ക് ഓട്ടം കിട്ടിയപ്പോൾ തിരിച്ചു പോകും വഴി നജീബ് വന്ന് വീട്ടിലേക്ക് കയറി. നീ എന്താ പതിവില്ലാത്ത നേരത്തെ? വാതിൽ തുറന്ന് നജീബാണെന്ന് കണ്ടതും ഉമ്മ വെപ്രാളത്തോടെ ചോദിച്ചു.
അവനെന്തെങ്കിലും വയ്യായ്ക തോന്നിയിട്ട് വന്നതാണോ എന്ന പേടിയിലാണ് അവർ അങ്ങനെ ചോദിച്ചത്. നിങ്ങൾ പേടിക്കണ്ട ഉമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ വഴിക്ക് വന്നപ്പോഴേ കയറിയതാ. ആണോ? എന്നപ്പോൾ എൻ്റെ മോനെ ഇനി ചോറ് കഴിച്ചിട്ട് പോയാൽ മതി. മോളെവിടെ ഉമ്മ? ഷാനിയെയും മോളെയും ഒന്നും കാണാനില്ലെന്ന് കണ്ടതും അവൻ ചോദിച്ചു. ഉമ്മയും മോളും കൂടി കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആസിയ അത് പറഞ്ഞ് നടന്നപ്പോൾ നജീബ് റൂമിലേക്ക് നടന്നു. ബാത്റൂമിൽ നിന്ന് കുഞ്ഞിൻ്റെ ഉറക്കിയുള്ള ചിരി കേട്ടപ്പോൾ നജീബിൻ്റെ ശ്രദ്ധ അങ്ങോട്ടായി. അപ്പോഴാണ് മോളുടെ ഒപ്പം ആകെ നനഞ്ഞു നിൽക്കുന്ന ഷാനിയെ അവൻ കാണുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തെറിപ്പിച്ച് കളിക്കുകയാണ്. കുഞ്ഞിൻ്റെ കളിയും ചിരിയും ഒക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അവൻ കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നു. അപ്പോഴാണ് ഷാനി നജീബിനെ കാണുന്നത്. അവൾക്ക് അവനെ പെട്ടെന്ന് കണ്ടപ്പോൾ ആകെ ചമ്മലായി. ഒപ്പം കുഞ്ഞിനെ വെള്ളത്തിൽ കളിപ്പിച്ചതിന് അവൻ വഴക്ക് പറയുമോ എന്നുള്ള പേടിയും. ഞാൻ പിന്നെ മോള് പൈപ്പ് പൊത്തിപ്പിടിച്ചു, എന്നെ കൂടി നനച്ചതാ. അവൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൾ തപ്പിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. പാ. നജീബിനെ കണ്ടപ്പോൾ നൂറമ്മോൾ എന്തൊക്കെയോ അവളുടെ ഭാഷയിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് അവനെ കൂടി കളിക്കാൻ വിളിക്കുകയാണെന്ന് അവനും ഷാനിക്കും മനസ്സിലായി. ആ മതി, ഇനി ബാക്കി പിന്നെ കുളിക്കാം. ഷാനി അതും പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ മേൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് തോർത്തി കൊടുത്തു. നൂറമ്മോൾ വീണ്ടും കളിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും നജീബ് ദേഷ്യത്തിലാകുമോ വഴക്ക് പറയുമോ എന്ന പേടികൊണ്ട് അവൾ ചെയ്യുന്ന പ്രവൃത്തി വേഗത്തിലാക്കി. ഈ നേരമൊക്കെയും അവൾ നജീബിനെ നോക്കുന്നേ ഇല്ലായിരുന്നു. അതുകൊണ്ട് ചുണ്ടിൽ തെളിഞ്ഞ പുഞ്ചിരിയോടെയാണ് അവൻ അവരെ നോക്കി നിൽക്കുന്നതെന്ന് അവൾ അറിഞ്ഞതുമില്ല. മോൾ അങ്ങോട്ട് കൊണ്ടോ, ഈ ആകെ നനഞ്ഞു നിൽക്കല്ലേ, ഇനി കുളിച്ചിറങ്ങിക്കോ. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് നജീബ് പറഞ്ഞപ്പോൾ അവൾ ഒരു പരുങ്ങലോടെ അവനെ നോക്കി. ആ മുഖത്തുള്ള ഭാവം എന്താണെന്നറിയാം. അവൾ നോക്കുന്നത് കണ്ടതും നജീബ് മുഖം ഗൗരവത്തിലാക്കി. എന്തേ? അവളുടെ പരുങ്ങൽ കണ്ട് സംശയത്തോടെ അവൻ ചോദിച്ചു. ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല. അവൾ മാറ്റിയെടുക്കാനുള്ള ഡ്രസ്സ് എടുത്തിട്ടില്ല എന്ന് പറയാൻ വന്നതെന്ന് മനസ്സിലായപ്പോൾ അവൻ കുഞ്ഞുമായി കബോർഡിനരിയിലേക്ക് ചെന്നുകൊണ്ട് അവൾക്ക് ആവശ്യമായതൊക്കെ എടുത്തു കൊടുത്തു. ഷാനിക്ക് അവൻ്റെ ആ പ്രവൃത്തിയിൽ കുഞ്ഞൊരു അതിശയം തോന്നി, ഒപ്പം ജാള്യതയും. വേഗം ആ ഡ്രസ്സ് കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടവൾ വാതിലടച്ചു. അവളുടെ ആ പ്രവൃത്തിയൊക്കെ അവൻ്റെ മുഖത്തൊരു ചിരി വരുത്തുന്നുണ്ടായിരുന്നു. ആ ഉമ്മയും മോളും കൂടി വെള്ളംകളിയൊക്കെ കളിച്ച് വല്ല പനിയും പിടിക്കട്ടെ കേട്ടോ. നിനക്കും കിട്ടും, നിൻ്റെ ഉമ്മാക്കും കിട്ടും. നൂറമോളെ കട്ടിലേക്ക് ഇരുത്തി അവൾക്കുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതിനോടൊപ്പം അവൻ കപട സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ നൂറമോൾ കുഞ്ഞു പല്ല് കാട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ ചിരി മാത്രം മതിയായിരുന്നു ആ ഉപ്പയുടെ മനസ്സ് നിറയാൻ. ഇന്നോളം വരെ കുഞ്ഞിനെ നോക്കുമ്പോൾ ഉള്ളിൽ അനുഭവപ്പെടുന്ന വേദന ഇപ്പോൾ ഉണ്ടാവുന്നില്ലെന്ന് ഒരു അതിശയത്തോടെ അവൻ തിരിച്ചറിയുമായിരുന്നു. അവളെ ഇക്കളിപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ചിരിപ്പിക്കുമ്പോൾ എന്നോ നഷ്ടപ്പെട്ട അവനിലെ ചിരിയും കളിയുമൊക്കെ അവൻ പോലും അറിയാതെ അവനിലേക്ക് തിരിച്ചെത്തുന്നുണ്ടായിരുന്നു. നജീബിന് കുടിക്കാനുള്ള വെള്ളവുമായി റൂമിൻ്റെ വാതിലോളം വന്ന ആസിയ നാളുകൾക്ക് ശേഷം തൻ്റെ മോൻ്റെ മുഖത്തെ ചിരി കണ്ട് സന്തോഷം നിറഞ്ഞ് കണ്ണുകൾ ഒപ്പി. അതുപോലെ ബാത്റൂമിൽ നിന്നിറങ്ങിയ ഷാനിയും കാണുന്ന കാഴ്ച ഇതുതന്നെയായിരുന്നു. അവൾ പരിസരം മറന്ന് അവരെ തന്നെ നോക്കി നിന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും കമൻറ്റിലേക്കും ഷെയറൊക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.